നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മളെയൊക്കെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പൊതുവിഷയത്തിലേക്കാണ് ആദ്യം പോകുന്നത്. കാരണം നമ്മൾ മലയാളികളുടെ അടുക്കളയൊക്കെ കണ്ണീരണിയിച്ച് അടുക്കള ബജറ്റിന്റെ താളം തെറ്റിച്ച് അവശ്യ സാധന വില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചു കയറുകയാണ് ഇപ്പോൾ അല്ലേ. നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം പൊള്ളുന്ന വിലയാണ്. പറയുകയാണെങ്കിൽ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില വർധനവെന്ന് പറയും. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എണ്ണവിലയാണെങ്കിൽ ഇനി അതിനെക്കുറിച്ച് പറയുകയും വേണ്ട. എണ്ണവിലയിൽ ഈ വളരെ വിശദമായി തന്നെ നമുക്കത് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ അതിന് മുൻപ് പച്ചക്കറി വില, മറ്റ് അവശ്യ സാധന വില, അത് എങ്ങനെയാണ് ഇത് നോക്കാം. ഒരു 5 വർഷത്തെ താരതമ്യത്തിലേക്കാണ് ആദ്യം തന്നെ ഈ മണിക്കൂറിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ കൊണ്ടുപോകുന്നത്. 5 വർഷത്തെ കണക്കാണ്. നമുക്ക് നോക്കിയാൽ ഇനം, അതുപോലെ 2020, 2025 കാലത്തെ കണക്കുകളാണ് നമുക്ക് ഈ സ്ക്രീനിലൂടെ കാണാൻ കഴിയുന്നത്. ആദ്യത്തെ ഇനത്തിലേക്ക് വരികയാണെങ്കിൽ കുറുവ അരിയാണ്. കുറുവ അരിയുടെ വില 2020 അത് 28 രൂപയായിരുന്നു. അത് 2025 ആയപ്പോൾ 43 രൂപയെത്തി. ഇനി കുറുവ അരി കഴിഞ്ഞ് തൊട്ടടുത്ത നമ്മൾ വരികയാണെങ്കിൽ അത് ജയ അരിയാണ്. ജയ അരിക്ക് 2020 30 രൂപയായിരുന്നു. അത് പിന്നീട് 2025 ആകുമ്പോൾ അത് 44 രൂപ. അതായത് ഇപ്പോൾ അത് 44 രൂപയാണ് അതിൻ്റെ വില. ഇനി മട്ടരിയിലേക്ക് വന്നാൽ മട്ടരി ഈ സമയത്ത് 2020 അത് 35 രൂപയായിരുന്നു. 2025 ഇപ്പോൾ അത് 1 കിലോ അരി വേണമെങ്കിൽ 51 രൂപ കൊടുക്കണം. ചെറുപയറിലേക്ക് വന്നാൽ ചെറുപയറിൽ 80 രൂപയായിരുന്നു. അത് ആ 80 രൂപ ഇപ്പോൾ 149 രൂപയായിട്ടുണ്ട്. അതേപോലെ തൊട്ട് താഴെ ഉഴുന്ന് വില വരികയാണെങ്കിൽ ഉഴുന്നിന് 2020 വില 90 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 139 രൂപ നൽകണം ഉഴുന്നിന്. ഇനി കടലയിലേക്ക് പോവുകയാണ്. കടലയ്ക്ക് 2020 45 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇരട്ടി 88 രൂപ, ഇരട്ടിക്കും മുകളിൽ അല്ലേ, 88 രൂപ കൊടുക്കണം. മുളകിലേക്ക് വരികയാണെങ്കിൽ മുളക് 120. വലിയൊരു വ്യത്യാസമായിട്ട് തോന്നുന്നില്ല, കാരണം 5 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. 120 നിന്ന് 165 അത് ജമ്പ് ചെയ്തിട്ടുണ്ട്. മല്ലി വരികയാണെങ്കിൽ മല്ലിയും ഇതുപോലെ ഒരു ഭയങ്കര കയറ്റമായിട്ട് പറയാൻ പറ്റില്ല, 70 നിന്ന് 119. ഇനിയാണ് വലിയ വ്യത്യാസം നമുക്ക് ഈ കണക്കുകളിൽ മനസ്സിലാകുന്നത്. അത് ഇഞ്ചിയിൽ നിന്ന് തുടങ്ങാം. ഇഞ്ചിയിലേക്ക് വരുമ്പോൾ ഇഞ്ചി 2020 1 കിലോ ഇഞ്ചിക്ക് 40 രൂപ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് 1 കിലോ ഇഞ്ചി വേണമെങ്കിൽ 100 രൂപ കൊടുക്കണം. ഈ 100 രൂപ മാത്രമല്ല, ഇതിപ്പം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണെന്ന്. ഇപ്പം കൊച്ചിയിൽ കിട്ടുന്ന പൈസ ആയിരിക്കില്ല തിരുവനന്തപുരത്തോട്ട് പോയാൽ, അതായിരിക്കില്ല കോഴിക്കോട്ടേക്ക് പോയാൽ. ഇങ്ങനെ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നുണ്ട്. 90, 100, 80 ഈ ഒരു റേഞ്ചിലാണ് ഇഞ്ചി പലയിടങ്ങളിലായി കിട്ടുന്നതെന്നാണ് അന്വേഷിച്ചപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനി ക്യാരറ്റിലേക്ക് വന്നാൽ ക്യാരറ്റിനൊക്കെ നോക്കൂ, വില 2020 1 കിലോ ക്യാരറ്റിന് 30 രൂപ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 1 കിലോ ക്യാരറ്റ് വേണമെങ്കിൽ 90 രൂപ കൊടുക്കണം. ഇനി ബീൻസിലേക്ക് വന്നാൽ അതിലും കൂടുതലാണ് ബീൻസിൻ്റെ കാര്യം. ബീൻസ് 2020 50 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ 1 കിലോ ബീൻസിന്. പക്ഷേ ഇപ്പോൾ 1 കിലോ ബീൻസ് വേണമെങ്കിൽ 180 രൂപ കൊടുക്കണം. അതേപോലെ മുരിങ്ങക്ക 40, 120ലേക്കായി. പച്ചമുളകിൻ്റെ വില, പച്ചമുളകിന് 50 രൂപയായിരുന്നത് 120, 125 രൂപയുണ്ട് ഇപ്പോൾ മാർക്കറ്റുകളിൽ വാങ്ങാൻ. അതുപോലെ തന്നെ ചെറിയ ഉള്ളിക്ക് പിന്നെ എപ്പോഴും വിലക്കയറ്റമാണല്ലോ. എല്ലാ കാലത്തും ചെറിയ ഉള്ളി വില ഇങ്ങനെ കുതിച്ചുയർന്ന് നിൽക്കും. 40 നിന്ന് 100 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. അതും ഈ 100 രൂപ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ 110, 120 രൂപയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ വില വർധനവ്, അവശ്യ സാധനങ്ങളുടെ വില വർധനവ്. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എണ്ണ വില, അത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്ന്. വെളിച്ചെണ്ണ വില നമ്മൾ ഒന്ന് ആദ്യം പരിശോധിച്ചു. ഇപ്പം നമുക്ക് വെളിച്ചെണ്ണ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തേങ്ങയുടെ വിലയും നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ഒരു താരതമ്യത്തിലേക്ക് പോകാം. 2025, 2024 വർധനവിലേക്ക് വന്നാൽ വെളിച്ചെണ്ണ വിലയിലുണ്ടായ വർധനവ് 480 രൂപയാണ് ഇപ്പോൾ 1 കിലോ വെളിച്ചെണ്ണ. 1 കിലോ അല്ല, 1 ലിറ്റർ വെളിച്ചെണ്ണ അല്ല, 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 480 രൂപ കൊടുക്കണം. അത് 2024 164 രൂപ കൊടുത്താൽ മതി. അതായത് 2024 ഈ ജൂലൈ മാസത്തിൽ വിപണി വില 164 രൂപയായിരുന്നു. അപ്പോൾ 2025 നിന്ന് 2024 ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 316 രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് 316 രൂപയുടെ വ്യത്യാസം. ഇനി അതേപോലെ എണ്ണയിൽ നിന്ന് നമ്മൾ തേങ്ങ വിലയും കൂടി പരിശോധിച്ചാൽ തേങ്ങയ്ക്ക് 2025 അതായത് ഇപ്പോൾ 1 കിലോ തേങ്ങ വേണമെങ്കിൽ 90 രൂപ കൊടുക്കണം. 2024 സമയത്ത്, അതായത് ഈ മാസങ്ങളിലൊക്കെ തേങ്ങയ്ക്ക് 35 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ 1 കിലോ. അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 55 രൂപയാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പം, ഇത് മാത്രമല്ല കേട്ടോ, പൊതുവെ എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യം വിലക്കയറ്റമുണ്ട്. എണ്ണയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഈ ഇപ്പോഴത്തെ നിലയിൽ
വില വർധനവ് തുടരുകയാണെങ്കിൽ ഓണം എത്തുമ്പോഴേക്കും ഈ വില 600 രൂപ കടക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലും പാം ഓയിലും തുടങ്ങി മറ്റ് ഭക്ഷ്യ എണ്ണകളിലേക്കൊക്കെ പല ഉപഭോക്താക്കളും മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഭക്ഷ്യ എണ്ണകൾക്ക് 200 രൂപയിൽ താഴെ മാത്രമേ വിലയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കറികളിലൊക്കെ മാത്രം ഉപയോഗിക്കാൻ, ഈ കടുക് വറുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ മാത്രം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ബാക്കി ഈ വറക്കലും പൊരിക്കലും ഒക്കെ ഇപ്പോൾ എല്ലാ വീട്ടിലും സൺഫ്ലവർ പാം ഓയിൽ തുടങ്ങിയവയ്ക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചക്കിടയിലെ വെളിച്ചെണ്ണ വിൽപ്പനയിൽ വന്ന കുറവ് 30% വ്യാപാരികളും പറയുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഭയക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ എണ്ണവില ഇങ്ങനെ കുത്തനെ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വിപണിയിൽ വ്യാജ എണ്ണകൾ ഒരുപാട് ഇടം പിടിച്ചിട്ടുണ്ട്. മായം ചേർത്ത് കുറഞ്ഞ വിലയ്ക്കാണ് ഇത്തരം വെളിച്ചെണ്ണകൾ വിപണിയിലേക്ക് എത്തുന്നത്. കൂടാതെ ഇപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാൻ പറ്റില്ല. ഇപ്പോൾ കേര ബ്രാൻഡിലുള്ള വെളിച്ചെണ്ണയൊക്കെ കേരയുടെ അതേ ഫോണ്ടിലും അതേ കളറിലും ഒക്കെയുള്ള കേരം എന്ന പേരിലൊക്കെ, ഇപ്പം ഞാൻ പറയുകയാണ്, ചിലപ്പോൾ അങ്ങനത്തെ പേരൊന്നും കണ്ടില്ല, പക്ഷേ അതുമായിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിൽ പല ബ്രാൻഡുകളും വ്യാജ എണ്ണകൾ ഇറക്കുന്നുണ്ട്. ഇതിൻ്റെ രൂപം ഒരുപോലെ ആയിരിക്കും, രൂപസാദൃശ്യം ഉണ്ടാവും, പാക്കറ്റുകളൊക്കെ ഒരേപോലെ ആയിരിക്കും. മാത്രമല്ല ഈ വെളിച്ചെണ്ണയ്ക്ക് നല്ല മണവും നിറവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാജന്മാരെ വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കടയിൽ പോയി ഈ പാക്കറ്റ് വെളിച്ചെണ്ണയൊക്കെ എടുക്കുന്നവർ ഒന്ന് സൂക്ഷിച്ചൊക്കെ എടുക്കണം. കാരണം പല വ്യാജന്മാരും വിപണി അടക്കി പിടിക്കുന്നുണ്ട്. ഈ എടുക്കുന്നത് കൊണ്ടല്ല, അത് മാരകമായിട്ടുള്ള പല അസുഖങ്ങൾക്കും വഴിവെക്കാൻ കാരണമാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്.